ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗുഡ് വൈഫ് എന്ന് പറയുന്ന തമിഴ് വെബ് സീരീസിന്റെ എക്സ്പ്ലനേഷനാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഒരു മസ്റ്റ് വാച്ച് സീരീസ് എന്ന് തന്നെ നമുക്ക് പറയാം ഈ ഒരു സീരീസിനെ പറ്റിയിട്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ആനിവേഴ്സറി ഫംഗ്ഷൻ ആണ് കാണിക്കുന്നത്. അത് മറ്റാരുടേതുമല്ല, നമ്മുടെ നായകന്റെയും നായികയുടേതുമാണ്. നായികയുടെ പേര് തർണിക എന്നാണ്, നായകന്റെ പേര് ഗുണ. ഗുണ ഹൈക്കോർട്ടിലെ ഒരു വലിയ ലോയറാണ്. തനിക്കും ഒരു ലോയർ ആയിരുന്നു, പക്ഷെ കല്യാണത്തിന് ശേഷം ജോലിയെല്ലാം വിട്ട് ഇപ്പോ വീട്ടിൽ തന്നെയാണ്. ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് മക്കളുണ്ട്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമാണ്. പിന്നെ ഗുണയുടെ ഏറ്റവും ഉറ്റ സുഹൃത്താണ് ജോസഫ്. ഗുണയുടെ ഒരു വലങ്കൈ എന്ന് തന്നെ പറയാം നമുക്ക് ജോസഫിനെ പറ്റി പറയുകയാണെങ്കിൽ. ഇപ്പൊ ഇവരുടെ ആനിവേഴ്സറി ആഘോഷം നടക്കുകയാണല്ലോ. കേക്കെല്ലാം മുറിച്ച് അവരത് ആഘോഷിക്കുന്നു. ആ ആനിവേഴ്സറി ഫംഗ്ഷന് കാറ്ററിംഗ് വർക്കിന് വേണ്ടി വന്ന ഒരു പയ്യന്റെ മൊബൈലിൽ ഒരു വീഡിയോ വരുന്നുണ്ട്. ആ ഒരു വീഡിയോയിൽ ഗുണ ഏതൊരു പെൺകുട്ടിയുടെ കൂടെ ഒന്നിച്ചിരിക്കുന്നത് പോലെയാണുള്ളത്. ഇതെല്ലാം കണ്ട് ആ ഒരു പയ്യൻ ഷോക്കായി നിൽക്കുന്ന സമയത്ത് ആ ഫംഗ്ഷനിലേക്ക് വന്ന ഓരോ വ്യക്തികളുടെ ഫോണിലും ഓരോ നോട്ടിഫിക്കേഷൻ വരികയാണ്. എല്ലാവർക്കും അതേ വീഡിയോ തന്നെയാണ് വരുന്നത്. എല്ലാവരും ആ വീഡിയോയിൽ നോക്കുന്നു, ഗുണയെ നോക്കുന്നു. നമ്മുടെ നായകന്റെ ഫോണിലേക്കും ആ ഒരു വീഡിയോ വരുന്നുണ്ട്. അവളെ കൊണ്ടത് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. ജോസഫ് ഇപ്പൊ ഗുണേനെ തനിച്ചൊരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടാണ് നിന്റെ ഒരു വീഡിയോ ലീക്ക് ആയിട്ടുണ്ട് എന്ന് പറയാണ്. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എല്ലാം കൊടുക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് വേൽമുരുകൻ എന്ന് പറയുന്ന വ്യക്തിക്കുള്ളത്. ആ ഒരു വ്യക്തിയാണ് ഈ വീഡിയോ ഇപ്പൊ ലീക്ക് ചെയ്തിരിക്കുന്നത്. ഗുണ മഹാരാജ എന്ന് പറയുന്ന മാഫിയ കിങ്ങിന്റെ അടുത്ത് കൈക്കൂലിക്ക് പകരം ഈ പെൺകുട്ടിയെ വാങ്ങിച്ച് അവളുടെ കൂടെ ഇങ്ങനെ ഒന്നിച്ചിരുന്നിരിക്കുന്നു എന്നെല്ലാം അയാൾ വിളിച്ചു പറയാണ്. ഒത്തിരി അഴിമതിയെല്ലാം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഗുണ എന്ന് പറയുന്നത്. ഒരുപാട് പേരുടെ അടുത്ത് നിന്നും കാശെല്ലാം വാങ്ങിച്ച് അവർക്ക് അനുകൂലമായി കേസ് വാദിച്ചിരിക്കുന്നു. എല്ലാം പ്രൂഫോട് കൂടിയിട്ടാണ് അയാൾ പറയുന്നത്. ഇതിൽ ഗുണയുടെ പേര് തന്നെ മോശമായി പോകുന്നുണ്ട്. നമ്മുടെ നായിക ഈ ഒരു വീഡിയോസ് എല്ലാം കണ്ട് അത് തകർന്നു പോയിട്ട് വീട്ടിലേക്ക് വന്ന ഗസ്റ്റിനെ എല്ലാം തിരിച്ചയച്ചതിന് ശേഷം മക്കൾ ഈ ഒരു വീഡിയോ കാണാതിരിക്കാൻ വേണ്ടി അവൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അവരെ ഒരു മുറിയിൽ ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അവൾ അവളുടെ മുറിയിൽ വന്നിരുന്ന് ഒരുപാട് കരയുന്നു. കുട്ടികളെ മുറിയിൽ വെച്ച് പൂട്ടിയിരുന്നാലും അവരറിയുന്നുണ്ട് അച്ഛൻ കാണിച്ച ഈ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ. ഇവിടെ ഗുണേനെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ കോടതിയിലേക്ക് വരുന്ന സമയത്ത് തില്ലൈ രാമലിംഗം എന്ന് പറയുന്ന ഒരു വക്കീലിനെ കാണിക്കുന്നു. സീനിയർ വക്കീലാണ് ഈ സീരീസിന്റെ വില്ലൻ എന്ന് തന്നെ പറയാം. അയാൾ ഗുണയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, ഈ ഒരു സന്ദർഭത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത്. ഇനി നിന്റെ ജീവിതം ജയിലിൽ തന്നെ കഴിച്ചു കൂട്ടെന്ന് പറയുന്നു. മീഡിയ പ്രവർത്തകരെല്ലാം ഇപ്പോൾ നായകനെ ചുറ്റി വളയുകയാണ്. എന്നിട്ട് അവര് ചോദിക്കുന്നുണ്ട്, ഈ സംഭവത്തിന് ശേഷം നിങ്ങളുടെ ഭാര്യ ഇപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയാണോ ഉള്ളത് എന്ന്. അങ്ങനെ നായകൻ അവന്റെ ഭാര്യയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നു. ഗുണ നായകനോട് പറയുന്നുണ്ട്, ആ ഒരു വീഡിയോയിലുള്ളത് ഞാൻ തന്നെയാണ്, പക്ഷേ ഇവരെല്ലാം പറയുന്നത് പോലെ, യൂട്യൂബ് ചാനലിൽ പറയുന്ന പോലെ ഞാൻ അഴിമതിയൊന്നും കാണിക്കുന്ന വക്കീലല്ല. അവര് നുണ പറയുകയാണ്, എന്നെ വിശ്വസിക്കുക, ഞാൻ ഇതെല്ലാം തെളിയിച്ച് പുറത്തേക്ക് വരാമെന്ന് പറയുന്നു. അങ്ങനെ പോലീസുകാരും അയാളെ കൈയോടെ തന്നെ പിടിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. നായികയ്ക്കും മക്കൾക്കും ഈ ഒരു സംഭവത്തിന് ശേഷം ആളുടെ വീട്ടിലിരിക്കാനായിട്ട് കഴിയുന്നില്ല. പുതിയതായിട്ടൊരു അപ്പാർട്ട്മെന്റിലേക്ക് അവര് മാറുകയാണ്. 6 മാസങ്ങളാണ് പിന്നീട് കടന്നു പോകുന്നത്. ഈ 6 മാസക്കാലവും നായകൻ ജയിലിൽ തന്നെയാണ്. നമ്മുടെ നായികയ്ക്ക് കൂട്ടായിട്ട് അവളുടെ മക്കളും അമ്മായിയമ്മ, അതായത് ഗുണയുടെ അമ്മയും മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് എത്ര സമ്പാദിച്ചിരുന്നാലും ഒരു വക്കീലായിരുന്നു, അത് ശരി തന്നെയാണ്. എത്ര സമ്പാദിച്ചിരുന്നാലും സ്വന്തം കാലിൽ നിൽക്കണമെന്നാണ് നായിക വിചാരിക്കുന്നത്. നായിക ഒരു വക്കീൽ തന്നെ ആയിരുന്നല്ലോ. അവൾ വീണ്ടും ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഏത് അഡ്വക്കേറ്റ്സും അവളെ ചേർക്കുന്ന പോലുമില്ല, ഗുണയുടെ വൈഫാണ് എന്നൊരു ഒറ്റ കാരണത്തെ ചൊല്ലിയിട്ട്. അങ്ങനെ ഇരിക്കെയാണ് ഹരിദീപക് എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് നിന്നും നായികയ്ക്ക് മെസ്സേജ് വരുന്നത്. ഒരു കാലത്ത് ഇയാള് നായികയുടെ ലവർ ആയിരുന്നു, എക്സ് ബോയ് ഫ്രണ്ട് ആണ് നായികയുടെ. ആളിപ്പോ വലിയൊരു വക്കീലായിരിക്കുകയാണ്. അയാളിപ്പോ അവളോട് പറയുന്നു, നീ എന്റെ ഫേമിലേക്ക് വാ, ഇവിടുത്തെ ഫൗണ്ടറിലെ ഹെഡായിട്ടല്ല ലാവണ്യോട് സംസാരിക്കെന്ന് പറയുന്നു. അങ്ങനെ ലാവണ്യനെ കാണാൻ വേണ്ടിയിട്ട് നായിക വരുന്നു. ലാവണ്യാണെങ്കിൽ അവിടെ അവരുടെ കീഴിലുള്ള വക്കീലന്മാർക്ക് ഒരു കേസായിട്ട് പിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ലാവണ്യ നമ്മുടെ നായികനെ കാണുന്നത്. നായികനെ കാണുമ്പോൾ ചെറിയ അസൂയെല്ലാം അവർക്ക് തോന്നുന്നുണ്ട്. കാരണം ലാവണ്യക്ക് ഹരിദീപകിനെ വളരെയധികം ഇഷ്ടമാണ്. ലാവണ്യ ഹരിദീപകിന്റെ കൂടെ ലിവിങ്ങിൽ തന്നെയാണുള്ളത്. പക്ഷെ ഹരിദീപകിന് നമ്മുടെ നായികയുടെ ഓർമ്മകളിൽ നിന്നും തിരിച്ചു വരാനായിട്ട് കഴിയുന്നില്ല. ലാവണ്യ ഇപ്പൊ നായകനെ നോക്കി പറയുന്നുണ്ട്, നീ ഇവിടെ 6 മാസം ട്രെയിനി ആയിട്ട് ജോലി നോക്കണം, നീ നല്ലോണം വർക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ ഇവിടെ പെർമനന്റ് ആയിട്ട് ജോലി കിട്ടുള്ളൂ എന്ന് പറയുന്നു. നായകനെ എങ്ങനെയാണോ ട്രെയിനി ആയിട്ട് എടുത്തത്, അതേപോലെ മറ്റൊരാളെ കൂടി ഇവിടെ ട്രെയിനി ആക്കിയിട്ട് എടുക്കുന്നു. അയാൾക്ക് നമ്മുടെ നായികയ്ക്കും തമ്മിലാണ് ഇപ്പോ മത്സരം. ഇടയ്ക്കെല്ലാം അവള് ഭർത്താവിനെ കുറിച്ച് ഓർത്ത് ഒത്തിരി വിഷമിക്കുന്നുണ്ട്. ഇപ്പൊ നായികയുടെ മകനെയാണ് കാണിക്കുന്നത്. നായികയുടെ മകൻ അനീതിയുടെ ക്ലാസ്സിൽ നോക്കുമ്പോൾ അനീതി അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കാണുന്നു. അവിടെ നിന്നും അവൻ പുറത്തേക്ക് വരുന്ന സമയത്ത് അവന്റെ സ്കൂളിലും കുട്ടികളെല്ലാം ഫോൺ യൂസ് ചെയ്യാറുണ്ട്, ചില കുട്ടികള്. അവനും അവന്റെ അച്ഛന്റെ വീഡിയോ കണ്ടിട്ട് ഇത് നിന്റെ അച്ഛനല്ലേ എന്ന് പറഞ്ഞ് അവനെ കളിയാക്കുകയാണ്.
അവനെയും അത് ഒത്തിരി ഹേർട്ട് ചെയ്യിപ്പിക്കുന്നു. ഇപ്പൊ നായകനെയാണ് കാണിക്കുന്നത്. ലാവണ്യ മാഡം ആദ്യമായിട്ടൊരു കേസ് നായകനെ ഏൽപ്പിക്കുകയാണ്. നായകനെ പറ്റിയിട്ട് ഈ ഒരു വീഡിയോ ലീക്ക് ചെയ്ത് വേൽമുരുകൻ എന്ന് പറയുന്ന യൂട്യൂബർ ഉണ്ടല്ലോ, അയാള് ഒരു മൈനർ പെൺകുട്ടിയുടെ കേസിൽ ആ മൈനർ പെൺകുട്ടി മോശപ്പെട്ട കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ മുഖമെല്ലാം പ്രചരിപ്പിച്ചു. അയാൾ ചെയ്തത് ഒരു കുറ്റം തന്നെയാണല്ലോ. അതുകൊണ്ട് പോക്സോ കേസിൽ അയാൾ ഇപ്പൊ അകത്ത് കിടക്കുകയാണ്. അയാൾക്കെതിരെ വാദിക്കാൻ വേണ്ടിയിട്ടാണ് നായിക പോകുന്നത്. ലാവണിയുടെ കേസാണ്, പക്ഷെ കോർട്ടിലേക്ക് വരുന്നത് ഈ ഒരു കേസ് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കണം എന്നൊരു പാസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ജഡ്ജ് പറയുന്നു, നിങ്ങളുടെ വക്കീലിന്റെ ടൈമിനൊന്നും ഈ ഒരു കേസ് മാറ്റി വെക്കാനായിട്ട് കഴിയില്ല, ഞാനിപ്പോ ഫ്രീ ആയിട്ടാണുള്ളത്, നിങ്ങൾ ഈ ഒരു കേസ് ഇപ്പൊ വാദിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. നായിക ഈ ഒരു കേസിനെ പറ്റിയിട്ട് നേരത്തെ ഒരു വീഡിയോ എല്ലാം കണ്ടായിരുന്നു. ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം വെച്ച് അവള് കറക്റ്റ് ആയിട്ട് തന്നെ വാദിക്കുന്നു. ആ വേൽമുരുകൻ ജാമ്യത്തിനെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നായിക വാദിച്ച് അയാൾക്ക് കിട്ടേണ്ട ജാമ്യം കിട്ടാതെ ആവുന്നു. പിന്നീട് വീണ്ടും അയാൾ ജയിലിലേക്ക് തന്നെ പോവാണ്. ഇപ്പോ ലാവണ്യയും ഹരദീപകനെയുമാണ് കാണിക്കുന്നത്. ലാവണ്യ പറയുന്നുണ്ട്, നായകനെ കൊണ്ട് അവിടേക്ക് പോകാൻ പറഞ്ഞത് ഈ ഒരു കേസ് പിന്നീട് മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണല്ലോ, പക്ഷെ അവളെ കേസ് വാദിച്ചപ്പോൾ ജയിച്ചിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നായകനോട് ദേഷ്യപ്പെടുന്ന പോലെയാണ് ലാവണ്യ സംസാരിക്കുന്നത്. അപ്പോൾ ഹരിദീപൊക്കെ പറയുന്നു, അവളെ കൊണ്ടും എന്താ ചെയ്യാൻ സാധിക്കുക, ജഡ്ജ് ആ ഒരു കേസ് വാദിക്കാൻ പറഞ്ഞു, പിന്നെ വാദിച്ചല്ലേ മതിയാവൂ എന്ന് പറഞ്ഞ് ലാവണ്യെ സമാധാനിപ്പിക്കുന്നു. ഇപ്പൊ നമ്മുടെ നായകന്റെ വീട്ടിൽ കാണിക്കുന്നു, നായകന്റെ മകനാണെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ ഗെയിം കളിക്കാണ്. അപ്പോൾ ബാഡ് വേർഡ്സ് എല്ലാം അവൻ യൂസ് ചെയ്യുന്നു. ഇത് കേട്ടിട്ടാണ് അമ്മ അവിടേക്ക് വരുന്നത്. എന്താണ് നീ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അവനെ വഴക്ക് പറയുന്നു. അപ്പൊ അവൻ ചോദിക്കുന്നത്, എന്നെ മാത്രമാണ് അമ്മ ഇങ്ങനെ വഴക്ക് പറയുന്നത്, അച്ഛനെ എന്തുകൊണ്ട് അമ്മ വഴക്ക് പറഞ്ഞില്ല, അച്ഛൻ അതുപോലൊരു കാര്യം ചെയ്തിട്ടും അമ്മ എന്തുകൊണ്ട് സൈലന്റ് ആയിട്ട് ഇരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പൊ നീ ആ ഒരു വീഡിയോ കണ്ടു മോനെ എന്ന് അവനോട് അമ്മ ചോദിക്കുന്നു. ഞാൻ മാത്രമല്ല ആ വീഡിയോ കണ്ടത്, എൻ്റെ സ്കൂളിലെ പകുതി പേരും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. എനിക്ക് അച്ഛൻ കാരണം എത്രമാത്രം അപമാനമാണെന്നറിയാമോ എന്ന് ചോദിക്കുന്നു. എനിക്ക് അച്ഛനെ ഒട്ടും തന്നെ ഇഷ്ടമാവുന്നില്ല എന്ന് പറഞ്ഞ് അവനവിടെ നിലവിളിക്കുകയാണ്. നായികയ്ക്കും തിരിച്ചൊന്നും തന്നെ പറയാൻ കഴിയാണ്ട് പിറ്റേ ദിവസം നായകനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോകുന്നു. അവൻ കുട്ടികളെല്ലാം എങ്ങനെ ഇരിക്കുന്നു, അവർക്ക് സുഖമല്ലേ എന്നാണ് ആദ്യം അന്വേഷിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഓൾറെഡി 2 മിനിസ്റ്റർ അവരുടെ നുണക്കേസിൽ നിന്നും ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇഷ്ടപ്പെടാത്ത ചിലരാണ് എൻ്റെ മേലെ അഴിമതി കേസ് കെട്ടിവെച്ച് എന്നെ ഇപ്പോൾ ജയിലിലേക്ക് ആക്കാനെല്ലാം ശ്രമിച്ചത്. ജയിലിൽ പോലും എനിക്ക് വധഭീഷണിയെല്ലാം ഉണ്ട്. നീ വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. നീ മീഡിയാസിന്റെ അടുത്തേക്ക് പോയിട്ട് എൻ്റെ ഭർത്താവിന്റെ ജീവന് ആപത്താണ് എന്നുള്ള കാര്യം നീ വിളിച്ചു പറ എന്നിങ്ങനെ ഒരു പ്ലാനും അവൻ പറഞ്ഞു കൊടുക്കുന്നു നായികയ്ക്ക്. പക്ഷെ നായികയ്ക്കാണെങ്കിൽ നായികയുടെ ഭർത്താവിന് ഒട്ടും തന്നെ വിശ്വാസമില്ല. അയാൾ മോശപ്പെട്ട ആളാണ് എന്ന് വിചാരിച്ച് അവിടെ നിന്നും പുറത്തേക്ക് വരുന്നു. നായികയുടെ ഫേമിൽ നിന്നും നായികയ്ക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. അതായത് അവളുടെ ഓഫീസിൽ നിന്നും അവൾക്ക് ഫോൺ കോൾ വരികയാണ്, പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ട്, അവിടേക്ക് വരണം എന്ന് പറയുന്നു. ഇതേ സമയത്ത് നായികയുടെ മകളുടെ സ്കൂളിൽ നിന്നും ഒരു ഫോൺ കോൾ വരികയാണ്. അവളുടെ ടീച്ചർ അമ്മേനെ, അതായത് നമ്മുടെ നായകനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, കുട്ടിയാണെങ്കിൽ ടെറസിന്റെ മുകളിൽ ഇരിക്കുകയാണ്, അവള് ചിലപ്പോൾ ചാടുമെന്നാണ് തോന്നുന്നത്, നിങ്ങൾ വന്ന് എന്തെങ്കിലും ചെയ്തേ മതിയാവോ എന്ന് പറയുന്നു. അങ്ങനെ ടീച്ചറെ കാണാൻ വേണ്ടി വരുന്നു. ടീച്ചറോട് ക്ഷമ ചോദിച്ച് മകളെയും അവിടെ നിന്നും വിളിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. വരുന്ന വഴിക്ക് മകൾ പറയുന്നുണ്ട്, അമ്മ, ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാം അച്ഛൻ്റെ ആ ഒരു വീഡിയോ ലീക്കായതിനെ വെച്ചിട്ട് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ അടുത്ത് നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ടെറസിന്റെ മുകളിൽ വന്നിരുന്നത്, അല്ലാതെ ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് ഒന്നും തന്നെ വിചാരിച്ചിട്ടില്ല അമ്മേ, എന്നെ വിശ്വസിക്കണ അമ്മയെന്ന് അവള് താഴ്മയോടെ പറയാണ്. കുട്ടി ഒരുപാട് കരയുന്നുണ്ട്. അച്ഛൻ കാരണം മക്കൾ എത്രത്തോളം ബാധിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ നായിക മനസ്സിലാക്കുന്നു. അവൾക്കും അത് എങ്ങനെ ശരിയാക്കണമെന്ന് അറിയുന്നില്ല. അവൾ ഒത്തിരി വിഷമിക്കുകയാണ്. ഇപ്പൊ ഹരിദീപകനെ നായിക വിളിക്കുകയാണ്. ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു, അതിൽ പോവാനായിട്ട് നായകനെ കൊണ്ട് സാധിച്ചില്ല. അപ്പൊ ഹരിദീപക പറയുന്നുണ്ട്, ഈ ഒരു പ്രാവശ്യം ലാവണ്യനെ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അടുത്ത പ്രാവശ്യം നീ കറക്റ്റ് സമയത്ത് തന്നെ ഓഫീസിലേക്ക് എത്താൻ ശ്രമിക്കണമെന്ന് പറയുന്നു. ഓക്കെ എന്ന് പറഞ്ഞ ആ ഒരു ഫോൺ കോൾ കട്ട് ചെയ്യാണ്. പക്ഷെ നായികയുടെ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടിയിട്ട് അവൾ ജയിലിലേക്ക് പോയപ്പോൾ ആൾ പറഞ്ഞു ആളുടെ ജീവൻ എന്തോ ഒരു ആപത്തുണ്ടെന്ന്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജോസഫിനെ വിളിക്കുന്നു. ജോസഫിനോട് ചോദിക്കുമ്പോൾ അതേ, ഗുണ പറയുന്നതെല്ലാം ശരി തന്നെയാണ്, ഇത്രയും പെട്ടെന്ന് മീഡിയ ചെന്ന് കാണണം, ഭർത്താവിന്റെ ജീവന് ആപത്തുണ്ടെന്ന് വിളിച്ചു പറയണം. പക്ഷെ നായികയ്ക്ക് അതിൽ ഇപ്പോഴും വിശ്വാസം തോന്നുന്നില്ല. ഞാൻ ഇതിനെ പറ്റിയിട്ട് മീഡിയയുടെ മുന്നിൽ സംസാരിച്ചാൽ പിന്നെ ആളുടെ മേലെ എല്ലാവർക്കും ഒരു സഹതാപം തോന്നുകയും അയാളെ പുറത്തെടുക്കാനും വേണ്ടിയിട്ട് ഡ്രാമ കളിക്കാൻ നോക്കുകയല്ലേ എന്ന് ചോദിക്കുന്നു. അങ്ങനെ നായിക പിറ്റേ ദിവസം ജോലിക്ക് പോകുന്നുണ്ട്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നായികയുടെ മകൻ വിളിക്കുന്നത്. മകൻ അമ്മയോട് പറയുന്നു, അമ്മ, എൻ്റെ ക്ലാസ്സിലുള്ള ചെറിയ പയ്യനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പോലീസുകാര്.
അമ്മ അവൻ എൻ്റെ ഫ്രണ്ടാണ്, ഉടനെ സ്റ്റേഷനിലേക്ക് പോയിട്ട് അവനെ വിളിച്ചുകൊണ്ട് വരണേ എന്ന് പറയുന്നു. നായകൻ നല്ലോണം ഷോക്കാവുന്നുണ്ട്. അങ്ങനെ നായകയുടെ ഓഫീസിൽ തന്നെ സ്നേഹ എന്ന പേരുള്ള ഒരു പെൺകുട്ടി കൂടി ജോലി നോക്കുന്നുണ്ട്. ലോക്കൽ സ്റ്റേഷനിലുള്ള ആരെങ്കിലും പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളും എനിക്ക് അറിയാമെന്നാണ് പറയുന്നത്. അങ്ങനെ നായകനെ കൂട്ടിക്കൊണ്ട് സ്റ്റേഷനിലേക്ക് പോവുകയും അവിടെയുള്ള കോൺസ്റ്റബിളിനോട് സ്നേഹ സംസാരിച്ചിട്ട് സ്റ്റേഷന്റെ അകത്തേക്ക് പോകുന്നു. അങ്ങനെ അകത്തേക്ക് പോകുമ്പോൾ നായികയുടെ മകന്റെ ഫ്രണ്ടായ സായിനെ വിരട്ടുകയാണ് അവിടെയുള്ള പോലീസുകാരൻ. കുറ്റം സമ്മതിക്കാനാണ് അവനെ കൊണ്ട് ആവശ്യപ്പെടുന്നത്. നായിക ആ പോലീസുകാരനോട് പറയുന്നുണ്ട്, ചെറിയ പയ്യനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും പ്രൊസീജിയേഴ്സ് എല്ലാം ഉണ്ട്, അതൊന്നും ഇല്ലാതെയാണ് നിങ്ങൾ ഇവനെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവന്നത്. ഇവിടെ നിന്നും പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് അയാളെ അയച്ചു വിടുന്നു. എന്നിട്ട് ആ ചെറിയ പയ്യനെ കൊണ്ട് നായിക സംസാരിക്കുകയാണ്. എന്താ മോനെ, എന്താ പറ്റിയ നിനക്ക്? അപ്പോഴാണ് നെഞ്ചെല്ലാം ഇടിപ്പിക്കുന്ന തരത്തിലൊരു കാര്യം അവൻ പറയുന്നത്. കുറച്ചു ദിവസം മുന്നേ അവന്റെ സ്കൂളിൽ ഷവർമ്മ കഴിച്ച ഒരു കുട്ടി മരിച്ചു പോയെന്നൊരു വാർത്ത വന്നു. അത് ശരിക്കും ഫേക്കാണ്. കോളേജ് ഹോസ്റ്റലിൽ വെച്ച് നടന്ന റാഗിംഗ് കാരണമാണ് അവൻ മരിച്ചുപോയത്. അത് ചെയ്തത് സുശാന്ത് എന്ന് പറയുന്ന ഒരു പയ്യനാണ്, സെൻട്രൽ മിനിസ്റ്ററിന്റെ മകനാണ്. പക്ഷെ ഈ ഒരു കാര്യമെല്ലാം ടോട്ടലി മറിച്ച് അവൻ ഷവർമ്മ കഴിച്ച് മരിച്ചു പോയതാണ് എന്നൊരു കഥ തന്നെ അവർ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ഈ കാര്യമെല്ലാം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞാൻ എൻ്റെ ഹോസ്റ്റൽ മേറ്റ്സിനോട് പറഞ്ഞ് ഒരു ഉപ്പെല്ലാം വാങ്ങിച്ച് ഞാൻ പ്രസിഡന്റിനെ അയക്കാൻ വേണ്ടി നോക്കി. പക്ഷെ ഞാൻ ഈ ഒരു കാഴ്ച കണ്ട കാര്യം അവരറിഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്ത് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതാണ്. നായിക അവനെ സമാധാനിപ്പിക്കുന്നു. മോനെ, ഇപ്പോൾ ഈ ഒരു കാര്യം നീ ആരോടും പറയരുത്, നിന്നെ ഞാൻ തന്നെ പുറത്തേക്ക് എടുക്കാം, നീ വിഷമിക്കരുത്. അങ്ങനെ സായിയുടെ അമ്മയും അച്ഛനും അവനെ കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് വരുന്നു. നായിയുടെ ഫ്രണ്ട്സ് തന്നെയാണ് ആ പാരൻസ്. അപ്പോൾ അവരോട് പറയുന്നു, നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ തീർച്ചയായിട്ടും അവനെ പുറത്തേക്ക് എടുക്കാം. അങ്ങനെ ലാവണ്യനെ നായിക കാണാൻ വേണ്ടി വന്ന് സായിയുടെ കേസ് താൻ ഏറ്റെടുക്കുകയാണ് എന്ന് പറയുന്നു. അവരും അതിനെ സമ്മതിക്കുന്നുണ്ട്. ഇപ്പൊ കോർട്ടിലാണ് ഈ ഒരു കേസ് നടക്കുന്നത് കാണിക്കുന്നത്. അതിൽ ഓപ്പോസിറ്റുള്ള വക്കീൽ പറയുന്നത്, ഈ സായി എന്ന് പറയുന്ന പയ്യൻ മയക്കുമരുന്നെല്ലാം ഉപയോഗിച്ചു. രാത്രി സമയത്ത് അവനിങ്ങനെ ഉപയോഗിക്കുന്നത് ഹോസ്റ്റൽ വാർഡൻ കാണുകയും പിന്നെ അവനെ കൈയോടെ പിടികൂടുകയുമാണ് ചെയ്തത് എന്ന് പറയുന്നു. പക്ഷെ നായക ഇത്രത്തോളം ബാധിക്കുകയാണെങ്കിലും ആ ഓപ്പോസിറ്റുള്ള വക്കീൽ പറയുന്നത്, നമ്മുടെ നായകൻ ഗുണയുണ്ടല്ലോ, ഗുണ അഴിമതി കാണിച്ചതിന്റെയും ഇതുപോലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിച്ചതിന്റെയും ആ ലേഡിയുടെ കൂടെയുള്ള വീഡിയോ ലീക്കായി ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചൊല്ലിയിട്ടാണ് ആളിപ്പോ ജയിലിൽ കിടക്കുന്നത്. മയക്കുമരുന്നെല്ലാം ഉപയോഗിച്ച വ്യക്തിയുടെ ഭാര്യയാണ് ഇപ്പൊ വാദിക്കുന്നത്. എന്തുകൊണ്ട് സായിക്ക് നായിക തന്നെ ഈ മയക്കുമരുന്ന് കൊടുത്തതായി കൂടാ എന്നൊക്കെ അങ്ങനെ കേസ് തിരിച്ചുവിടാൻ അയാൾ നോക്കുന്നു. ഒടുവിൽ സായിനെ ജഡ്ജ് കുട്ടികളുടെ ജയിലിലേക്ക് അയക്കുന്നു. ഇതിൽ സായിയുടെ അച്ഛനും അമ്മയും ആകെ തകർന്നു പോവാണ്. നിങ്ങളെ വിശ്വസിച്ച് വന്ന സായിക്ക് ഇപ്പൊ ജയിലിൽ പോകേണ്ട അവസ്ഥയാണല്ലോ എന്ന് അച്ഛനും അമ്മയും പറഞ്ഞ് ആകെ വിഷമിക്കുന്നു. എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ മകനെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നായിക അവർക്ക് വാക്ക് കൊടുക്കുന്നു. അഞ്ജല എന്ന് പറയുന്ന നായകരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു പെൺകുട്ടിയും മറ്റൊരു അസിസ്റ്റന്റും കൂടിയിട്ട് ഇപ്പോൾ ആ ഒരു സ്കൂളിലെ ഹോസ്റ്റലിലേക്കാണ് പോകുന്നത്. അവിടെയുള്ള കുട്ടികളോടെല്ലാം അന്വേഷിക്കുമ്പോഴാണ് അവിടെ ഒരു ഫുഡ് ട്രക്കുള്ള കാര്യം ഇവർ ശ്രദ്ധിക്കുന്നത്. അതിൽ CCTV ക്യാമറയും ഉണ്ട്. അതിൽ നിന്നും ചില വിഷ്വൽസ് എല്ലാം കിട്ടുന്നുണ്ട്. ആ വിഷ്വൽസുമായിട്ടാണ് നായിക നെക്സ്റ്റ് ഹിയറിങ്ങിന് പോകുന്നത്. നായിക വാദിക്കുന്നു, പോലീസുകാർ സായിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന സമയം 9:30 പക്ഷേ 7:30 മണിക്ക് സായിനെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടു പോകുന്ന വിഷ്വൽസ് ആണ് ഇപ്പോൾ CCTV ഫുട്ടേജിൽ നിന്നും കിട്ടിയത്. ഇതിൽ നിന്നും പോലീസുകാർ നുണ പറഞ്ഞിരിക്കുകയാണ് എന്നും സായിയുടെ കയ്യിലോ ആരുടെ കയ്യിലും മയക്കുമരുന്നില്ല എന്നുള്ള കാര്യവും പ്രൂവ് ആണ്. സായിനെ അറസ്റ്റ് ചെയ്യാനുള്ള യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ഈ ലെറ്റർ ആണെന്ന് പറഞ്ഞ് സായിയുടെ ഹോസ്റ്റൽ മേറ്റ്സ് 2 പേരെ കൊണ്ട് ആ ലെറ്റർ എടുത്തുകൊണ്ട് വരാനായിട്ട് പറഞ്ഞായിരുന്നു. അതിപ്പോൾ ജഡ്ജിന് കാണിച്ചു കൊടുക്കുന്നു. ജഡ്ജി പറയുന്നു, സെൻട്രൽ മിനിസ്റ്റർക്കും ഈ ഒരു കേസിൽ പങ്കുണ്ട്. സായിനെ ഈ കേസിൽ നിന്നും മാറ്റി നിർത്തിയിട്ട് ഈ ഒരു കേസ് സെൻട്രൽ മിനിസ്റ്ററുടെ മകന്റെ തലയിൽ വേണം കെട്ടിവെക്കാൻ. ജഡ്ജിനും ഇതിൽ ടെൻഷനായിട്ട് സായിനെ ഇപ്പോൾ റിലീസ് ചെയ്യാണ്. അങ്ങനെ സെൻട്രൽ മിനിസ്റ്ററിന്റെ മേലെ ഈ ഒരു കേസ് കെട്ടിവെക്കുന്നു. അങ്ങനെ സായിനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ നായിക അവളുടെ ആദ്യത്തെ കേസ് ജയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അത് കഴിഞ്ഞ് നായികയുടെയും ഗുണയുടെയും മക്കളുടെ ഫുഡെല്ലാം ഓർഡർ ചെയ്യാലോ എന്ന് പറഞ്ഞ് ഫോൺ തുറക്കുന്നു. അപ്പോഴാണ് ചില മോശപ്പെട്ട വീഡിയോസ് എല്ലാം വരുന്നത് അച്ഛൻ്റെത്. അച്ഛൻ്റെ ശത്രുക്കൾ കുട്ടികളുടെ ഫോണിലേക്ക് പോലും മോശപ്പെട്ട വീഡിയോസ് എല്ലാം അയച്ചു കൊടുക്കാണിപ്പോൾ. ഇതിൽ ആ കുട്ടികളുടെ മനസ്സൊക്കെ നൊന്തു പോകുന്നു. നമ്മുടെ നായികയും ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് അവളുടെ കാറിനെ പുറകെ ഒരു ലോറി ഫോളോ ചെയ്യുന്നുണ്ട്. ഇടിക്കാൻ പോലെ വരുന്നു. നമ്മുടെ നായികയും എങ്ങനെയെല്ലാം ആ കോർട്ടിലേക്ക് വരികയാണ്. അവിടെ തില്ല എന്ന് പറയുന്ന ആ ഒരു വക്കീലുണ്ടായിരുന്നല്ലോ, അയാളിപ്പോ നായികനെ വിരട്ടുകയാണ്. ഈ ഒരു അവസ്ഥ നിന്റെ മക്കൾക്ക് വരാൻ പാടില്ലെങ്കിൽ നിന്റെ ഹസ്ബൻഡ് ജയിലിൽ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. മറ്റൊരു ഭാഗത്ത് നായകന്റെ മകൻ അവന്റെ അനിയത്തിയോട് പറയുന്നുണ്ട്, അച്ഛന്റെ വീഡിയോ അവർ അയച്ചു വിട്ടില്ലേ, അതെനിക്ക് ഫേക്ക് ആണെന്നാണ് തോന്നുന്നത്, ആണെന്ന് തോന്നുന്നു. കാരണം ആ ഒരു പെണ്ണിന്റെ 6 വിരലാണുള്ളത്. ഞാൻ വീണ്ടും ശ്രദ്ധിച്ചു, തന്നെ ആവാനാണ് സാധ്യത. മറ്റൊരു ഭാഗത്ത് ഗുണ ഏപ്രിൽ 21 എന്തോ ഒരു അഴിമതി കാണിച്ചതായും ആരുടെ അടുത്തു നിന്നോ കാശ് വാങ്ങിച്ചതായിട്ടും ഒരു വാർത്ത അറിയുന്നത്.
പക്ഷെ ആ ദിവസം ഗുണ അവന്റെ വൈഫിന്റെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവളുടെ കൂടെ ഞാൻ പുറത്തേക്ക് പോയതായിരുന്നു എന്ന് ഗുണ പറയുന്നു. അപ്പോ എവിഡൻസ് എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നായകന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ജോസഫ് നായികയായ തരുണികയെ വിളിച്ച്, നീ 21-ാം തീയതി ഹസ്ബൻഡിന്റെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഫോട്ടോ എന്തെങ്കിലും എടുത്തായിരുന്നു, അതുണ്ടെങ്കിൽ അയക്കാമോ? അങ്ങനെ അവളും ഫോണെല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അന്ന് അയാൾ അവളുടെ കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് അവൾക്ക് വേണ്ടിയിട്ട് ഒരു നെക്ലസും നായകൻ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം ജോസഫിനെ വിളിച്ചിട്ട് തർണിക പറയുന്നുണ്ട്. നായികയാണെങ്കിൽ അമ്മായിമ്മയോട് പറഞ്ഞത് മക്കളെ ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണ്ട എന്നാണ്. പക്ഷെ ആ ഒരു വാക്കും മറികടന്ന് അമ്മായിമ്മയാണെങ്കിൽ രണ്ട് മക്കളെയും വിളിച്ചുകൊണ്ട് അച്ഛനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോകുന്നു. അച്ഛനെ കാണുന്നുണ്ട്. മകൾക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അച്ഛനെ കണ്ടിട്ട്. അച്ഛൻ വീട്ടിലേക്ക് വേഗം തിരിച്ചു വരണേ എന്നല്ല അവൾ ചിത്രം വരച്ചെല്ലാം അച്ഛനെ കാണിക്കുന്നു. അച്ഛനും ഒത്തിരി ഇമോഷണൽ ആകുന്നു. പക്ഷെ മകൻ മാത്രമാണ് അവിടെ ചെറുതായിട്ടൊന്ന് മാറി നിൽക്കുന്നത്. അച്ഛന്റെ മേലെ ചെറിയൊരു ദേഷ്യമൊക്കെ അവനുണ്ട്. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ മകൻ അമ്മയോട് പറയുന്നു, അമ്മ അച്ഛനെ കാണാൻ വേണ്ടി ഞങ്ങൾ ജയിലിലേക്ക് പോയിരുന്നു എന്ന്. പിറ്റേ ദിവസം അമ്മനെ നായിക വഴക്ക് പറയുന്നു. ഞാൻ പറഞ്ഞതല്ല അമ്മേനെ കൊണ്ട് അവിടെ ജയിലിലേക്ക് മക്കളെ കൂട്ടിക്കൊണ്ട് പോകണ്ടായിരുന്നു, പിന്നെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോയി എന്ന് ചോദിച്ചിട്ട് ചൂടാവാണ്. അവിടുന്ന് കട്ട് ചെയ്തൊരു TV പ്രോഗ്രാമാണ് കാണിക്കുന്നത്. അതിൽ ടീന എന്ന് പറയുന്ന പ്രോസ്റ്റിറ്റ്യൂട്ട് ലേഡീനെ ഇന്റർവ്യൂ ചെയ്യാണ് അവിടെ. അവളുടെ അടുത്തേക്ക് ഒരുപാട് പയ്യന്മാരെല്ലാരും വരും. അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഈ വക്കീലില്ലേ, ഇപ്പോൾ ജയിലിലേക്ക് പോയ വക്കീൽ എന്ന് പറഞ്ഞ് ഗുണേനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതെല്ലാം വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ നായികയും കേൾക്കുന്നുണ്ടായിരുന്നു, വീട്ടുകാരും കേൾക്കുന്നുണ്ട്. ടീന മറ്റൊരു കാര്യം കൂടി പറയുന്നു, എല്ലാവരും തന്റെ അടുത്തേക്ക് വരുമ്പോൾ അവനവൻ തന്നെയാണ് കാശ് തരാറ്. പക്ഷെ ഈ ഒരു ഗുണയുടെ അടുത്തേക്ക് പോവാൻ ഗുണയല്ല കാശ് തന്നത്, മയക്കം മരുന്നെല്ലാം വെച്ചും ബിസിനസ് നടത്തുന്ന മഹാരാജയാണ് കാശ് തന്നത് എന്ന് പറയാണ്. ഇന്റർവ്യൂവിൽ തോന്നിയ പോലെ സംസാരിച്ചിട്ട് അത് വിട്ട് പുറത്തു വന്നതിന് ശേഷം ആരെയോ കോൾ ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ വഴിയും ആ ഒരു വക്കീലിന് നേരെ കെട്ടി വെച്ചിരിക്കുന്നു, അതിനുള്ള കാശ് എനിക്ക് ട്രാൻസാക്ഷൻ ചെയ്തു തരാനായിട്ട് പറയുന്നു. നായിക TV-യിലൂടെ ഈ കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം അവൾക്ക് ഭർത്താവിന്റെ മേലെ നല്ല ദേഷ്യം കൂടുകയാണ്. ഇപ്പോ അമ്മയാണെങ്കിലും തന്റെ മകനെ നല്ലവണ്ണം വളർത്തിയില്ല എന്ന് പറഞ്ഞ് അവര് ഒത്തിരി വിഷമിക്കുന്നത് കാണിക്കുന്നു. ഇപ്പൊ ടീനയുടെ വീട്ടിലേക്ക് നമ്മുടെ നായകന്റെ ഫ്രണ്ടായ ജോസഫ് വരുന്നു. ടീനയുടെ വീഡിയോ ഒരെണ്ണം ഷൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ നായികയ്ക്ക് അത് അയച്ചു കൊടുക്കുകയാണ്. അതിൽ ടീന പറയുന്നത്, നിങ്ങളുടെ ഭർത്താവിനെ മീറ്റ് ചെയ്യുന്ന പോലെ ഒന്നും സംസാരിച്ചിട്ടില്ല, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് മാപ്പ് ചോദിക്കുകയാണ്. അപ്പോഴാണ് നായികയെ മനസ്സിലാക്കുന്നത് ടീന സംസാരിച്ചതെല്ലാം നുണയാണ് എന്നത്. ഇപ്പൊ നെക്സ്റ്റ് വേൽമുരുകന്റെ കേസാണ് കേട്ടോ കാണിക്കുന്നത്. വേൽമുരുകൻ മനസ്സിലായോ നിങ്ങൾക്ക്? പോക്സോ കേസിൽ അറസ്റ്റിലായിരിക്കുന്ന ആ ഒരു വ്യക്തി. ആക്ച്വലി ഇത് ലാവണ്യയുടെ കേസാണ്. പക്ഷേ നായിക ഈ ഒരു കേസ് വാദിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുമെന്ന് പറഞ്ഞ് അവളെ കൊണ്ട് തന്നെ വാദിക്കാൻ പറയുന്നു. ഒരു പെൺകുട്ടി ഒരു തെറ്റും ചെയ്യാതെ അവളെ തെറ്റ് ചെയ്തു, കുറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവളുടെ മുഖമെല്ലാം പബ്ലിക്കായിട്ട് അയാൾ പ്രചരിപ്പിച്ചിരിക്കുന്നു. ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് നശിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് നായിക അവിടെ വാദിക്കുകയാണ്. അങ്ങനെ ഈ ഒരു കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ നായികയ്ക്ക് മറ്റൊരു തെളിവ് കൂടി കിട്ടുന്നുണ്ട്. ആ ഒരു വീഡിയോയിൽ വേൽമുരുകൻ ആ പെൺകുട്ടിയെ പറ്റി തെറ്റായിട്ട് സംസാരിച്ചത് കൊണ്ട് അയാൾക്ക് ഏതൊരു വ്യക്തി കാറെല്ലാം സമ്മാനമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അത് ആശുപത്രി നടത്തുന്ന ഒരാളാണ് എന്നും മനസ്സിലാവുന്നു. അങ്ങനെ നമ്മുടെ നായിക ആ വീഡിയോ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്റെ എക്സ് ലവറായ ഹരിയുടെ കൂടെ ഒരു ഹോട്ടലിലേക്ക് വരുന്നു. ആ ഹോട്ടലിൽ ഇവർ നിൽക്കുന്ന സമയത്ത് നായകനെ മാത്രം ദൂരത്ത് നിന്ന് ഏതോ ഒരു വ്യക്തി വീഡിയോ എടുക്കുന്നു. നായകൻ ആ ഒരു വീഡിയോ എല്ലാം കളക്ട് ചെയ്തതിനു ശേഷം അടുത്ത ദിവസം കോടതിയിൽ ആ ഒരു വീഡിയോ ജഡ്ജിന് കാണിച്ചു കൊടുക്കുന്നു. ആ ഹോസ്പിറ്റലിൽ ഉടമ പറഞ്ഞത് പ്രകാരമാണ് ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഇയാള് പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഇതുപോലൊരു കേസും ആ കുട്ടിയുടെ മേലെ കെട്ടിവെച്ചിരിക്കുന്നത് എന്നത് ഇവിടെ പ്രൂവ് ആയിരിക്കുന്നു. അങ്ങനെ വേൽമുരുകന് തക്കതായ ശിക്ഷയും ലഭിക്കുന്നു. ഈ ഒരു കേസിൽ നമ്മുടെ നായക വിജയിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഗുണയുടെ കേസ് ഇപ്പോൾ കോടതിയിലേക്ക് വരുന്നത്. അവിടെ ഗുണയ്ക്ക് വേണ്ടി വാദിക്കുന്നത് മറ്റൊരു വക്കീലാണ്. അയാളെ ഗുണയ്ക്ക് വേണ്ടിയിട്ട് പോരാടി ആൾക്ക് ജാമ്യം വാങ്ങിച്ചു കൊടുക്കുന്നു. ജോസഫ് ഇപ്പൊ നായകനെ കണ്ട് പറയുന്നു, ഗുണ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവനോട് സോഫ്റ്റ് ആയിട്ടൊന്ന് സംസാരിക്കുക, നീ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറയാണ്. പല മാസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഗുണ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. ഗുണയെ ആരതെല്ലാം ഒഴിഞ്ഞാണ് അമ്മ വീട്ടിലേക്ക് സ്വീകരിക്കുന്നത്. ഗുണ ശരിക്കും തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ആ പെൺകുട്ടിയുടെ കൂടെ ഇരുന്നൊരു കാര്യമുണ്ടല്ലോ, അത് ശരിക്കും ഉള്ളതാണ്. അതിനെപ്പറ്റി ആലോചിച്ച് നമ്മുടെ നായികയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെ പറയാം. ആദ്യം കുട്ടികളുടെ മുറിയിലേക്ക് ചെന്ന് അവരെല്ലാം ഉറുക്കി കിടത്തിയതിനു ശേഷം നമ്മുടെ നായകന്റെ മുറിയിലേക്ക് പോകാൻ വേണ്ടി നോക്കുമ്പോൾ നായിക സോഫയിൽ അവനുള്ള സ്ഥലം അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ഇവിടെ തന്നെ കിടന്നാൽ മതി, എന്റെ മുറിയിലേക്കൊന്നും വന്ന് കിടക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ മുറിയിലേക്ക് പോയിട്ട് എന്തോ ആലോചിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഗുണയ്ക്കാണെങ്കിൽ അവന്റെ വീട്ടിലിരിക്കുന്നത് നരകതുല്യമായിട്ട് തോന്നുകയാണ്. ഭാര്യ നേരവണ്ണം ഒന്നും സംസാരിക്കുന്ന പോലുമില്ല. നായിക ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ട്. അവളുടെ അവരുടെ ഓഫീസിൽ തന്നെയാണ് അവൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഗുണയ്ക്ക് പൊസസീവ്നെസ് എല്ലാം തോന്നുന്നുണ്ട്. ഹരിദീപക് ഒരു പ്രധാനപ്പെട്ട കേസ് ഡീൽ ചെയ്യാൻ വേണ്ടി കോയമ്പത്തൂർ വരയ്ക്കും പോകണം എന്ന് വിചാരിക്കുന്നു. അവന്റെ അസിസ്റ്റന്റ് ആയി നായകനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ഡ്രസ്സ് എല്ലാം പാക്ക് ചെയ്യാൻ പറയുന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്ന് ഡ്രസ്സ് എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
നായകൻ വന്നിട്ട് നീ എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുന്നു. നായക സത്യങ്ങളെല്ലാം തുറന്നു പറയാണ്. എന്താണ് ഹരിദീപകിന്റെ കൂടെ ഒരു മുറിയിൽ നീ കഴിയാൻ പോകുന്നു എന്ന് ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിലും എന്താണ് പ്രശ്നം? ഞാൻ ജോലിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്, അവിടെ ജോലി മാത്രമേ നോക്കുള്ളൂ, അല്ലാതെ നിങ്ങളെ പോലെ ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ നായിക കോയമ്പത്തൂരിലേക്ക് ഹരിദീപകിന്റെ കൂടെ പോകുന്നു. അത് എന്തോ ഒരു ഇൻഷുറൻസ് കേസാണ്. ജഡ്ജിനെ നേരിട്ട് കണ്ടിട്ട് അവർ അതിനെപ്പറ്റി സംസാരിക്കുന്നു. ഏതൊരു പെൺകുട്ടി ഗർഭിണിയായിരിക്കുന്നു, പ്രസവിക്കാനുള്ള ട്രീറ്റ്മെന്റിനും ചിലവിനും ഒക്കെ വേണ്ടി ഇൻഷുറൻസ് കാശ് ഉപയോഗിക്കാമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ അതിൽ വന്നിരിക്കുന്ന പ്രോബ്ലം, ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് സിഗരറ്റ് എല്ലാം വലിക്കാറുണ്ട്, അതിലൂടെ ആ കുഞ്ഞിന് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇൻഷുറൻസ് കാശ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് കമ്പനി പറയുന്നത്. അങ്ങനെ ഈ ഒരു കേസിൽ ഹരി തോറ്റു പോകുന്നു. ഹരിക്കാണെങ്കിൽ ആ വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. അവൻ ഒത്തിരി ഫീൽ ചെയ്തിട്ട് നായകനെ കൊണ്ട് പറയുന്നു, അവര് ഭയങ്കര പാവപ്പെട്ടവരാണ്, ആ പെൺകുട്ടിയും ഹസ്ബൻഡും. ഇൻഷുറൻസ് കമ്പനി ആണെങ്കിൽ എന്താ ചെയ്യുന്നത്, എന്തെങ്കിലും ചെറിയ ചെറിയ റൂൾസ് വെച്ച് അവർക്ക് കിട്ടേണ്ട കാശ് കിട്ടാതെ ആവുകയല്ലേ ചെയ്യുന്നത്. നായിക അവനെ സമാധാനിപ്പിക്കുന്നു. ഇപ്പൊ ഹരി ആണെങ്കിൽ നായകനോട് പറയുന്നു, ഇതുവരെയ്ക്കും ഞാൻ കല്യാണം കഴിക്കാത്തതിനുള്ള കാരണം എന്താണെന്നറിയോ, അത് നീയാണ്. എന്റെ മനസ്സ് നിന്റെ കയ്യിലാണുള്ളത്, എന്നെ നീയല്ലാതെ മറ്റാരും നിന്നെ മനസ്സിലാക്കില്ല. അവൻ നായകന്റെ അടുത്തേക്ക് അടുക്കുന്നു. പക്ഷെ നായികയ്ക്ക് അത് എന്തോ തെറ്റായിട്ട് തോന്നുന്നു. അവൾ അവിടെ നിന്ന് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. വീട്ടിലേക്ക് വരുമ്പോൾ ഭർത്താവ് അവിടെ ഇരുന്ന് മദ്യപിക്കുകയായിരുന്നു. നായിക ഇപ്പോഴും ഭർത്താവിന്റെ കൂടെ ഇടയ്ക്കിരുന്ന് മദ്യപിക്കാറുണ്ട്. ഇപ്പോഴും അതുപോലെ തന്നെ ഭർത്താവിന്റെ കൂടെ ഇരുന്ന് അവൾ വെള്ളം ഒടിക്കുന്നു. രണ്ടുപേരും മനസ്സ് തുറന്നിപ്പോ സംസാരിക്കുകയാണ്. പെട്ടെന്ന് നായികയുടെ ഹസ്ബൻഡ് അവളുടെ കാല് പിടിക്കുന്ന സമയത്ത് അയാള് ആ പെൺകുട്ടിയുടെ കൂടെ ഇരുന്ന ആ കാര്യമൊക്കെയാണ് അവൾക്ക് ഓർമ്മ വരുന്നത്. അവൾ മെല്ലെ അവിടെ നിന്നും എണീക്കുന്നു. ഇപ്പൊ നമ്മുടെ ഹരിദീപക് ആണെങ്കിൽ ആ പ്രഗ്നന്റ് ആയിട്ടുള്ള പെൺകുട്ടിയുടെ ആ ഒരു കേസിൽ തോറ്റുപോയെങ്കിലും ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഡോക്ടേഴ്സ് ആണെങ്കിൽ ഇൻഷുറൻസ് ഇല്ലാതെ ഈ പെൺകുട്ടി ലേബർ റൂമിലേക്ക് കയറ്റാനായിട്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിക്കായിട്ട് ബാധിച്ച് അവളെ ലേബർ റൂമിലേക്ക് കയറ്റുന്നു. ഹരിദീപക് അവസാനം നമ്മുടെ നായകയുടെ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടി വരികയാണ്. നമ്മുടെ ഗുണയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ കൂടെയെല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങൾ കേസ് പോലും ഇട്ട് നോക്കി സർ, പക്ഷെ ആ ഒരു പ്രഗ്നന്റ് ലേഡിക്ക് ഇൻഷുറൻസ് ഒന്നും ക്ലെയിം ആയിട്ടില്ല. നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും അവർക്ക് അതിൽ നിന്ന് കിട്ടും. ഭാര്യയ്ക്ക് ഒരു ജോലിയെല്ലാം കൊടുത്ത വ്യക്തിയല്ലേ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഗുണയും അയാളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഇൻഷുറൻസ് കമ്പനിയോട് സംസാരിച്ചിട്ട് അത് ക്ലെയിം ചെയ്ത് കൊടുക്കുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മുടെ ഹരി അവിടെ നിന്നും പോകുന്നതിന് മുന്നേ ഹരി ഗുണയോട് പറയുന്നുണ്ട്, ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കോയമ്പത്തൂരിലേക്ക് ഭാര്യ വിളിച്ചുകൊണ്ട് പോവേണ്ടി വന്നു, നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലേ എന്ന് പറയുന്നു. എനിക്ക് എൻ്റെ ഭാര്യ നന്നായിട്ട് തന്നെ അറിയാം, ഞാൻ തെറ്റിദ്ധരിക്കുന്നൊന്നുമില്ല എന്ന് നമ്മുടെ ഗുണ പറയാണ്. ഇപ്പോൾ ഗുണയുടെ ശത്രുക്കളായിട്ടുള്ള കുറച്ച് പേര് ഗുണയുടെ ഫോണിലേക്ക് ഒരു വീഡിയോ അയക്കുന്നു. നമ്മുടെ നായിക ഹരിയുടെ കൂടെ ഒരു ഹോട്ടലിലേക്ക് വിചാരണയുടെ പേരിൽ പോയില്ലേ, ആ ഒരു വീഡിയോ ആയിരുന്നു അത്. പക്ഷെ അത് കണ്ടിട്ട് ഗുണ തെറ്റിദ്ധരിക്കുകയാണ്. ഹരിയുടെ കൂടെ ഭാര്യ മുറിയെല്ലാം ബുക്ക് ചെയ്ത് അവിടെ അവർ ഒന്നിച്ചിരുന്നു എന്നൊക്കെയാണ് നമ്മുടെ ഗുണ വിചാരിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് നായികയോട് പോയി ചോദിക്കുമ്പോൾ നായികയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഞാനൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് പോയത്, അല്ലാതെ നിങ്ങളെ പോലെ ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയുന്നു. നായകനും ആ ഒരു കാര്യം റിയലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നായകനെ കേസ് ഹാൻഡിൽ ചെയ്യുന്ന വക്കീല് നായകനെ വിളിച്ചിട്ട് ഇനി ഞാൻ ആ കേസ് ഹാൻഡിൽ ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ആ ഒരു വില്ലനായ വക്കീലുണ്ടല്ലോ ദില്ല, അയാളെ ഈ ഒരു വക്കീലിനെയും വിലക്ക് വാങ്ങിച്ചിരിക്കുന്നു. നായകന്റെ അടുത്ത ഹിയറിംഗിലാണ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയേണ്ടത്. വക്കീലില്ലാതെ ഇപ്പൊ ബുദ്ധിമുട്ടൊക്കെയാണ് നായകൻ. ഈ ഒരു കാര്യം ഭാര്യയോട് പറയുന്നു. ശരി, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു കേസ് നമുക്ക് ഹരിയെ വെച്ച് ഡീൽ ചെയ്യാമെന്ന് പറഞ്ഞ് നായകന്റെ ഫേമിലേക്ക് ഹസ്ബൻഡിനെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ഹരിയും ഈ ഒരു കേസ് ഏറ്റെടുക്കാമെന്ന് പറയാണ്. ആദ്യത്തെ ഹിയറിംഗ് ആണ് കാണിക്കുന്നത്. ആ ഒരു ഹിയറിംഗിൽ ജഡ്ജിന്റെ അടുത്ത് കുറച്ച് സമയം ചോദിക്കുകയാണ്. ഈ ഒരു കേസ് കൈമാറി വന്നതല്ലേ, പുതിയൊരു വക്കീലിലേക്ക് വന്നതല്ലേ, അതുകൊണ്ട് തന്നെ സമയം ചോദിക്കുമ്പോൾ ഒരാഴ്ച സമയം കൊടുക്കുന്നുണ്ട് ഹരിക്ക്. ഒരാഴ്ച അതിനെ പറ്റിയിട്ട് തന്നെ നല്ലോണം സ്റ്റഡി ചെയ്യുന്നു. കേസിന്റെ അടുത്ത ഹിയറിംഗ് വന്നിരിക്കുന്നു. അവിടെ കേസ് വാദിക്കുന്ന സമയത്ത് ടീന വരികയാണ്. ടീന അവിടേക്ക് വന്ന് പറയുന്നത്, ഡ്രഗ്സ് എല്ലാം യൂസ് ചെയ്യുന്ന മഹാരാജ എന്ന് പറയുന്ന വ്യക്തിയാണ് തനിക്ക് കാശ് അയച്ചു തന്നത് എന്നും അങ്ങനെ ഗുണയുടെ കൂടെ അന്ന് കഴിഞ്ഞുകൂടിയതാണ് എന്നും പറയുന്നു. പക്ഷെ നായകൻ അതെല്ലാം തെറ്റാണ് എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ ശരിക്കുള്ള പേര് ഉമാറാണിയാണ്, ടീനയല്ല. പിന്നെ മഹാരാജ എന്ന് പറയുന്ന ആ വ്യക്തിയൊന്നും അല്ല ഇവൾക്ക് കാശ് അയച്ചു കൊടുത്തിരിക്കുന്നത്. ഗുണ തന്നെയാണ് ആളുടെ ഫോണിൽ നിന്നും പൈസ അയച്ചത്. പിന്നെ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവർ പറയുന്നത് കള്ളമാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. അങ്ങനെ മെല്ലെ മെല്ലെ ഗുണയ്ക്ക് അനുകൂലമായിട്ടാണ് ഈ കേസ് മാറുന്നത്. നെക്സ്റ്റ് ഒരു ഹിയറിംഗ് വരുന്ന സമയത്ത് ഗുണയ്ക്ക് എതിരായിട്ട് സ്നേഹ എന്നൊരു പെൺകുട്ടിയെ തന്നെ അവർ ഇറക്കുന്നു. ആ ഒരു സ്നേഹ നായകരെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ആ പെൺകുട്ടിയായിരുന്നു. പക്ഷെ അവളാണെങ്കിലും നായകനെ വളരെ നന്നായിട്ട് തന്നെ അവൾക്കറിയാം.
അതുകൊണ്ട് നായികയുടെ ഹസ്ബൻഡിന് കാണിച്ചു കൊടുക്കാതെ ഇതൊരു നുണക്കേസാണെന്നും എന്നെ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഇവിടേക്ക് പറഞ്ഞയച്ചതാണ് എന്നും അവൾ പറയുന്നു. നായകനെ മനഃപൂർവ്വം കെട്ടിച്ചമയ്ക്കാൻ വേണ്ടിയിട്ട് ചില ആധാരങ്ങൾ ഉണ്ടാക്കി വന്നിരിക്കുന്നു. അല്ലാതെ നായകനാണ് കുറ്റവാളി എന്ന് തെളിയിക്കുന്ന തരത്തിൽ ഒന്നും തന്നെ അവിടെയില്ല. അതുകൊണ്ട് ജഡ്ജൻ നായകൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് നായകനെ വെറുതെ വിടുന്നു. നായകനാകെ കണ്ണിൽ നിന്നും വെള്ളം വരികയാണ്. ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഹരിദീപകിനോടും വളരെ നന്ദി പറയുന്നു. ഹരിദീപകാണല്ലോ കേസ് വാദിച്ചത്. ഇപ്പൊ ഹരിദീപക് നമ്മുടെ നായകനോട് വന്ന് സംസാരിക്കുന്നു. ഹരിദീപകിന് ഇപ്പോഴും നായകന് ഇഷ്ടമാണ്. പക്ഷേ ഈ ഗുണ എന്ന് പറയുന്ന വ്യക്തി നായകയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ പോലും മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ ഒന്നിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ അത്രയ്ക്ക് നല്ല വ്യക്തി ഒന്നുമല്ല എന്ന് നമ്മുടെ ദീപക് പറയുന്നുണ്ട് അവളോട്. നിന്റെ മക്കളുമായിട്ട് എന്റെ കൂടെ വന്നാലും ശരി, ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്തോളാം. നീ ഒന്ന് ആലോചിക്കുക ഗുണയുടെ കൂടെ ജീവിക്കണോ വേണ്ടോ എന്ന്. നായിക പറയുന്നു, ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ പുതിയതായിട്ടൊരു ജീവിതം ജീവിക്കാൻ വേണ്ടി ഒരുങ്ങാണ്. എനിക്ക് എന്റെ ഭർത്താവ് തന്നെ മതി എന്നാണ് അവൾ പറയുന്നത്. നമ്മുടെ നായികയെ 6 മാസം ട്രെയിനിങ്ങിലായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ടായിരിക്കും അവൾ പെർമനന്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ലാവണ്യ നമ്മുടെ നായകനും നായികനെയും നായികയുടെ കൂടെ തന്നെ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റൊരു പയ്യൻ കൂടിയുണ്ട്. അവനെയും ജോലിക്ക് എടുക്കുകയാണ് പെർമനന്റ് ആയിട്ട്. അത് കഴിഞ്ഞ് ഇപ്പൊ നായകൻ റിലീസ് ആയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ മീഡിയ പ്രവർത്തകരെല്ലാം ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നു. കറക്റ്റ് അതേ നേരത്തെ നായകയുടെ ഫോണിലേക്ക് ഒരു വീഡിയോ വരുന്നു. അതിൽ ദില്ലൻ എന്ന് പറയുന്ന ഈ കഥയിലെ വില്ലൻ ഉണ്ടല്ലോ, അയാളുടെ വീഡിയോ ആയിരുന്നു അത്. അയാൾ ഏതോ ഒരു പെൺകുട്ടിയുടെ കൂടെ ഒന്നിച്ചിരിക്കുന്നത് പോലെയുള്ള വീഡിയോ. അതിലൊരു കാര്യം കണ്ട് അവളെ ഷോക്കാവാണ്. അതിൽ ആ പെൺകുട്ടിയുടെ കയ്യിൽ പാമ്പിന്റെ ടാറ്റോ കുത്തിയിരിക്കുകയാണ്. അത് നമ്മുടെ സ്നേഹം ഉണ്ടല്ലോ, അവളുടെ കൂടെ വന്ന ഒരു പെൺകുട്ടിയുടെ കയ്യിൽ അതുപോലൊരു ടാറ്റോ ഉണ്ടായിരുന്നു. അതിലൂടെ തന്നെ സ്നേഹയ്ക്കും ഈ കേസിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ എന്ന് നായക ആലോചിക്കുന്നു. ഇപ്പൊ മീഡിയ പ്രവർത്തകരെല്ലാം നായകനെ കൊണ്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്തോ എന്ന്. നമ്മുടെ നായകനും നായികയെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. പക്ഷെ നായികയാണെങ്കിൽ സ്റ്റേജിലേക്കൊന്നും പോവാണ്ട് അവൾ എന്തോ ആലോചിച്ച അങ്ങനെ നിന്ന് പോവാണ്. അതേ സമയത്ത് ദീപകിന്റെ അടുത്ത് നിന്നും ഒരുപാട് ഫോൺ കോൾസ് എല്ലാം വരുന്നുണ്ട്. ജോസഫ് അവളുടെ ഫോണ് പിടിച്ചു വാങ്ങിയതിന് ശേഷം അവളെ സ്റ്റേജിലേക്ക് പോകാൻ പറയുന്നു. എന്റെ ഭാര്യ എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന് പറയുന്നു. നായികയും അവിടെയുള്ളവരുടെ മുന്നിൽ ചിരിക്കുന്ന പോലെയും കാണിക്കുകയാണ്. ഇതേ സമയത്ത് ജോസഫിനെ കാണിക്കുന്നു. നമ്മുടെ ഹരി ആണെങ്കിൽ നായികയ്ക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഞാൻ വീണ്ടും പറയാണ് നിന്നെ കൊണ്ട്, നീ മക്കളെ കൂട്ടിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വാ. നിന്റെ ഭർത്താവ് അത്ര നല്ല ആളൊന്നുമല്ല, ഞാൻ നിങ്ങളെ നന്നായിട്ട് തന്നെ നോക്കിക്കോളാമില്ല. ഇതെല്ലാം ജോസഫ് കേൾക്കുന്നു. നമ്മുടെ നായകൻ അയാൾ ഒരുമാതിരി നോക്കുകയാണ്. നായികയും അയാളെ നോക്കുന്നു. ഇത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു വെബ് സീരീസിന്റെ ആദ്യത്തെ സീസൺ അവസാനിക്കുന്നത്. ദ ഗുഡ് വൈഫ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വെബ് സീരീസിന്റെ തമിഴ് റീമേക്കാണ് ഈ ഒരു വെബ് സീരീസ്. 10-11 സീസണുകളാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ ഇതിന്റെ അടുത്ത സീസൺ ഇറങ്ങുമ്പോൾ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. അപ്പോൾ എക്സ്പ്ലനേഷൻ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലും കമന്റ് വഴി അത് നമ്മളെ അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രണ്ട്സ്.